മോൻ്റെ അംബീഷൻ എന്ന് പറയുന്നത് IIT പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിനൊരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് പൊതുവേ ട്യൂഷനൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജ്മൽ സാറിൻ്റെ XandYനെ കുറിച്ച് നമ്മൾ അറിയുന്നത്, ഞാൻ യൂട്യൂബിലൂടെ അറിയുന്നത്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നോക്കിയപ്പോൾ നല്ല ക്ലാസ്സസ്, എല്ലാ ക്ലാസ്സുകളും നല്ല ക്ലാസ്സസാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ അവിടെ ആയിട്ട് നേരിട്ട് നമ്മൾ ബന്ധപ്പെട്ട് XandYനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു. അങ്ങനെ മോനെ അവിടെ ജോയിൻ ചെയ്തു. എനിക്ക് ഇവൻ ഒത്തിരി ബെറ്റർ ആയ പോലെ തോന്നുന്നുണ്ട്. മാത്സൊക്കെ കാര്യത്തിൽ എപ്പോഴും ഡൗട്ടുള്ള ആളായിരുന്നു. അവൻ്റെ XandYൻ്റെ ക്ലാസ്സൊക്കെ ഞാനും ചില സമയത്ത് വീഡിയോസൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പം ഞാനില്ലെങ്കിൽ കൂടി അവനെ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സസാണ് എല്ലാ ക്ലാസ്സസും. മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും നല്ലതുണ്ട്. പിന്നെ അവന് ഹിസ്റ്ററി സോഷ്യലൊന്നും അവന് ആവശ്യമില്ലാത്ത സബ്ജക്റ്റാണ്. അവന് പൊതുവേ ട്യൂഷൻ അതൊന്നും വേണ്ട. അപ്പം നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പം സാറ്റർഡേ സൺഡേ ഫുൾ ടൈം ഒരു ക്ലാസ്സാണ്, 9 to 4 വരെയുള്ള ക്ലാസ്സാണ്. അതവന് ഭയങ്കര ബേർഡനായിട്ട് തോന്നി, സ്കൂൾ പോലെ തന്നെ. അപ്പോൾ അവനത് ഹിസ്റ്ററി ജോഗ്രഫി അവൻ്റെ ആവശ്യമില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെയാണ് XandYൻ്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ക്ലാസ് അതിൽ ആ സബ്ജക്റ്റിൽ ആകെ നമുക്ക് അവൻ്റെ IIT എന്നുള്ള ആ ഇതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അതിന് നല്ലൊരു ഇത് കിട്ടുന്ന പോലെ, ക്ലാസ് കിട്ടുന്ന പോലെ തോന്നി. അവൻ്റെ 8th അവന് നല്ലൊരു ബേസ് എനിക്ക് XandYയിലൂടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അവിടുത്തെ XandYയിലെ ക്ലാസ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇപ്പോൾ അവന് എക്സാംസൊക്കെ വരുന്ന സമയത്ത് നല്ല കോൺഫിഡൻസാണ്. ആദ്യം ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു എക്സാമിൻ്റെ തലേന്ന് ഒരു 12 മണി ആയാലും ഒന്നും ഉറങ്ങാത്ത ആളാണ്. മാത്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ആ ടെൻഷനില്ല. മാത്സൊക്കെ അവന് അവിടെ XandY വരെ ഈസി മെത്തേഡിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവനത് നല്ലൊരു കോൺഫിഡൻസാണ് ഇപ്പോൾ എല്ലാ എക്സാംസും എഴുതാൻ. അതിൻ്റെ അടുത്ത 10th NTSE എക്സാമിന് വേണ്ടിയിട്ട് ആളെ ഇപ്പോഴേ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 8th XandYൻ്റെ ക്ലാസ് ബേസ് അതിന് നല്ലോണം പ്രയോജനപ്പെടുന്നുണ്ട്. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അവിടെ അവിടുത്തെ ഫാക്കൽറ്റീസും ഇവിടുത്തെ ഫാക്കൽറ്റീസും തമ്മിൽ, ഇവിടെ എല്ലാം IIT ഗ്രാജുവേറ്റ്സ് ആയ ഫാക്കൽറ്റീസാണ്. അജ്മൽ സാറെ പോലെയുള്ള ഞാൻ നേരിട്ട് അജ്മൽ സാറെ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ മനസ്സ് എന്താണ് അജ്മൽ സാറിന് പെട്ടെന്ന് നമ്മൾ എന്താണ് നമ്മളെ മോനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതൊക്കെ സാറിന് മനസ്സിലാക്കി. സാർ തന്നെയാണ് ഇവന് ISRO ആ രീതിയിലായിരുന്നു അവന് ഇൻട്രസ്റ്റ്. അപ്പോൾ സാറാണ് പറഞ്ഞത് ആദ്യം IIT അതാണ് ഏറ്റവും ബെറ്റർ, ഇവനെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും നല്ലത്. അപ്പം അതിന് മനസ്സിലാവുന്ന രീതിയിലുള്ള നല്ല ഫാക്കൽറ്റീസ്, എല്ലാവരും ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഗുണം അവൻ്റെ ക്ലാസ്സിലും കാണാനുണ്ട്. അവർ കുട്ടികളുടെ മനസ്സറിഞ്ഞ് ക്ലാസ് എടുക്കുന്ന പോലെ, കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന മലയാളത്തിലും അവർക്കത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർക്കത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവനാണെങ്കിൽ തന്നെ ഭയങ്കര ഡൗട്ടുള്ള ഒരാളായിരുന്നു. ആ ഡൗട്ട്സൊക്കെ അവന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് സമയം നോക്കിയാലും അവൻ്റെ അവന് എല്ലാവർക്കും ഇൻഡിവിജ്വൽ മെൻറ്റേഴ്സ് ഉണ്ട്. മെൻറ്ററാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവനൊന്ന് ക്ലാസ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വിളിച്ച് അന്വേഷിച്ചിട്ട് ഇവനെന്തെങ്കിലും ഡൗട്ട്സ് അവർക്ക് തീർക്കാൻ കഴിയാത്തതാണെങ്കിൽ സാർമാരോടായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ട് ഇവൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റിയ ക്വാളിഫൈഡ് ആയ ഫാക്കൽറ്റീസ് ആണുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. XandY Learning, better foundation, brighter future.